അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. കർത്താവ് അനേകരെ നിയമിക്കുമ്പോൾ വിവിധ ഉദ്ദേശങ്ങളും പ്ലാനുകളും നിറവേറ്റുവാൻ വേണ്ടിയാണ് നമ്മെ കർത്താവ് വിളിക്കുന്നത്. എന്നാൽ നമ്മളെ നിയോഗിക്കുമ്പോൾ തന്നെ അത് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി നാം കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ ഇരിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ നാം നമ്മുടെ ദൗത്യം മനസ്സിലാക്കി കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവശക്തി പ്രാപിക്കുന്നവരായിത്തീരണം. അങ്ങനെ നാം ദൈവശക്തിയും അനുഗ്രഹവും പ്രാപിക്കുന്നവരായി തീരുമ്പോൾ ദൈവിക അത്ഭുതങ്ങളാൽ നിറയപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വിവേചന കൃപയും പ്രാപിച്ചവരുമായി കർത്താവിന് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കുകളായി തീരുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. അതെ, കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ വ്യത്യസ്തങ്ങളാകുന്ന ഉദ്ദേശങ്ങളുണ്ട്. 12 ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, പല ദൗത്യങ്ങൾ കൊടുത്തു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. വിശ്വസിക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക. രോഗികളെ സൗഖ്യമാക്കുക. ദൈവിക അത്ഭുതങ്ങൾക്കായി നിലനിൽക്കുക. ദൈവസന്നിധിയിൽ ഒരുവൻ നിലനിൽക്കുമ്പോൾ കർത്താവിനോട് ചേർന്നിരിപ്പാനും കർത്താവിങ്കിൽ നിന്ന് പഠിപ്പാനും കർത്താവിൻ്റെ ആലോചന പ്രാപിക്കുവാനും ഒരുവൻ തയ്യാറാകുമ്പോൾ മാത്രമേ ദൈവത്തിന് ഒരുവനെ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നാം നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടുകയും പ്രയത്നിക്കുകയും ചെയ്താൽ അതൊക്കെ ഒരുപക്ഷെ നമ്മളുടെ കായിക ബലം കൊണ്ട് മാത്രം ചെയ്തെടുക്കുന്ന പല കാര്യങ്ങളായി മാറും. നമ്മളിൽ കർത്താവിൻ്റെ പ്രവൃത്തി തികവായി വെളിപ്പെടണമെങ്കിൽ നാം ആത്മശക്തിയോടെ കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ ചേർന്നിരുന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ആലോചനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ അടുത്തു വരേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിനൊരു പാഠമായി മാറണം. മറിയ കർത്താവിൻ്റെ അടുക്കൽ ചേർന്നിരുന്നു. നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാതെ പോയി. അതെ, കർത്താവിനോട് ചേർന്നിരുന്ന് നല്ല ഗുണങ്ങൾ, നല്ല ആത്മീക മൂല്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മിൽ നിന്ന് കവർന്നെടുക്കുവാൻ കഴിയുന്നതിനേക്കാൾ വ്യക്തവും ശക്തവുമായ മാർഗനിർദ്ദേശമായിരിക്കും. ആരൊക്കെ കർത്താവിനോട് ചേർന്നിരുന്നോ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചോ,